ഹായ്, ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ MRP അഥവാ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. 26% ഇത് മറ്റേ കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ്. കോസ്റ്റ് പ്രൈസ് 100 മാർക്കറ്റ് പ്രൈസ് 126. അത് വിറ്റേക്കണത് 126 മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 32% ഡിസ്കൗണ്ടോട് കൂടി വിറ്റു. 32% ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ 68/100, 68/100 രൂപയ്ക്കാണ് വിറ്റേക്കണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോസ് നഷ്ടം സംഭവിച്ചു. നഷ്ടം എത്രയാണെന്ന് ചോദിക്കണേ. അപ്പൊ നഷ്ടം കണ്ടുപിടിക്കാൻ, ലോസ് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. കോസ്റ്റ് പ്രൈസ് 100 നമ്മൾ എടുത്തേക്കണേ. അതിൽ നിന്ന് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ടേ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ 6 × 8 = 48. 48/100 ഉണ്ട്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് 8 വരും. അപ്പൊ ഇവിടെ അത് മൈനസ് ചെയ്യാം. 100.00 എന്നിടാം. മൈനസ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് 8 വരും. 0, 8, 10 ആവാൻ 2. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 2 ആണ്. 2 വരുന്ന ഓപ്ഷനിൽ പറഞ്ഞുള്ളൂ. ഓപ്ഷൻ ഡി.